ഹലോ ഗേസ്, ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ റെഡ് ബുൾ എമിയുടെ ലാൻഡ് ഫൈനൽസ് നാളെ ചെന്നൈയിൽ വെച്ചിട്ട് നടക്കാൻ പോവാണ്. ഈ ഒരു ഫൈനൽസിന്റെ 2 ദിവസം ഓൺലൈനായിട്ട് മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 12 മാച്ചുകൾ ഓരോ ടീമുകളും കളിച്ചിട്ടുണ്ട്. ടീം വസിഷ്ഠയാണ് ആ ഒരു പോസ്റ്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്നത്. സെക്കൻഡ് ടീം കാർണിവൽ ഗെയിമിങ്ങും, തേർഡ് ഒറാങ്കുട്ടാനും, ഫോർത്ത് സോളും, ഫിഫ്ത്ത് ഗോഡലും. ആ ഒരു രീതിയിലാണ് ആ ഒരു പോസ്റ്റ് ടേബിൾ വരുന്നത്. ഇനി ഇതിന്റെ ലാസ്റ്റ് ദിവസം മാത്രമാണ് ലാൻഡ് ഫൈനൽസ് ആയിട്ട് നാളെ നടക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു ലാൻഡ് ഫൈനൽസിൽ വെറും 6 മാച്ചുകൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് നമുക്കറിയാം ആരായിരിക്കും ഈ റെഡ് ബുൾ എമ്മിയുടെ ചാമ്പ്യന്മാർ എന്നുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ പ്രൈസ് പൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് അവർ F1 റേസിംഗ് കാണാനുള്ള ഒരു അവസരം കിട്ടും ചാമ്പ്യന്മാർക്ക്, അത്രമാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു സീരിയസ്നെസ്സോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവാനും ചാൻസ് ഇല്ല. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ പബ്ജി മൊബൈൽ ഗ്ലോബൽ ചാമ്പ്യൻഷിപ്പിന്റെ ലാൻഡ് ഗ്രാൻഡ് ഫൈനൽസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വേറെ ലെവൽ കോമ്പറ്റീഷനാണ് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഫോറം ഇ സ്പോർട്സ് ആണ് നിൽക്കുന്നത്. വേറെ ലെവൽ ഡോമിനേഷൻ അവർ കാഴ്ചവെച്ചു. എസ്പെഷ്യലി ആ ഒരു ഫോർത്ത് മാച്ചിൽ 23 ഫിനിഷസോട് കൂടിയുള്ള ഡോമിനേറ്റിംഗ് ചിക്കണിനാണ് ടീം സ്വന്തമാക്കിയത്. അങ്ങനെ ടോട്ടൽ 63 പോയിന്റുമായിട്ടാണ് ആ ഒരു ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത്. ആൻഡ് ഇത്തവണത്തെ PMGCക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിപ്പോൾ 5ാമത്തെ PMGC ആണ്. ഇതിനു മുന്നേ നമുക്ക് ഫസ്റ്റത്തെ 2 PMGC നോവ സ്പോർട്സ് ചാമ്പ്യന്മാരായി. പിന്നീട് 2022 PMGC S2Gയും 2023 PMGC IHC ആണ് കൊണ്ടുപോയിട്ടുള്ളത്. ഈ ചാമ്പ്യന്മാരൊന്നും ഇത്തവണത്തെ ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടില്ല. ഇത്തവണ നമുക്ക് പുതിയ ഗ്ലോബൽ ചാമ്പ്യനെ ആയിരിക്കും കിട്ടാൻ പോകുന്ന. ഏത് ടീം ആ ഒരു കപ്പ് അടിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഫോറമി അടിക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. കാരണം വിസ ഇഷ്യൂ കാരണം ഒരു ടീം പുറത്തായത് കൊണ്ടാണ് ഫോറം വി ക്വാളിഫൈ ആയി വന്നത്. അവരും ഈ ഒരു കപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെ ആയിരിക്കും. എന്തായാലും മാച്ചുകൾ നിങ്ങൾ മിസ്സാവാതെ കാണാനായിട്ട് ശ്രമിക്കുക. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ദ ഫൈനൽസ് എന്ന് പറഞ്ഞ PC ഗെയിമിന്റെ ക്രിയേറ്റേഴ്സ് ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീം ഈഗിളൊക്കെ ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ ഒരു ഇവന്റ് അവസാനിച്ചപ്പോൾ ടീം റെബലാണ് അതിന്റെ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത്. ആൻഡ് സെക്കൻഡ് നമ്മളുടെ ടീം ഈഗിൾ എത്തിയ ഒരു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മാച്ച് വരെ ഒരു നല്ലൊരു കോമ്പറ്റീഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷേ ലാസ്റ്റ് മാച്ചിൽ ആ റിബൽ ആ ഒരു വിന്നർ ആവുകയും ആ ഒരു ടോട്ടൽ പ്രൈസ് പൂൾ അല്ലെങ്കിൽ ടോട്ടൽ ഇവന്റിന്റെ ചാമ്പ്യന്മാരാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു റിബൽ. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യ ഗെയിമായുള്ള ഇൻഡസിന്റെ ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ ഹോം ഗ്രൗണ്ട് 15 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഓപ്പൺ ഫോർ ആൾ ഇവന്റിന്റെ ഫൈനൽസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. PS എന്ന് പറഞ്ഞ ടീമാണ് ടോപ്പിൽ നിൽക്കുന്നത് 90 പോയിന്റുമായിട്ട്. 2 DGE നിൽക്കുന്നുണ്ട് 80 പോയിന്റുമായിട്ട്. ഈ ഒരു ഇൻഡസിൽ ഏതെങ്കിലും മലയാളി പ്ലേയേഴ്സോ മലയാളി ടീമുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻഡസിന്റെ വലിയൊരു ഇവന്റാണ് വരുന്ന മാസങ്ങളിൽ വരാനിരിക്കുന്നത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ സോളിൽ പുതിയതായിട്ട് വന്ന അഡീഷനാണ് സ്കിപ്സ്. പക്ഷേ സ്കിപ്സ് ടീമിന്റെ കൂടെ കൂടുതലായിട്ട് കളിക്കുന്നതോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ആൻഡ് ഇപ്പോൾ ലാൻ ഇവന്റും വരാൻ പോവാണ്. അപ്പോൾ സോളിന്റെ അനലിസ്റ്റ് ആയിട്ടുള്ള അയോഗി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലാൻ ഇവന്റിലും സ്കിപ്സ് കളിക്കില്ല, സ്കിപ്സ് ടീമിന്റെ കൂടെ ട്രാവൽ പോലും ചെയ്യില്ല എന്നാണ് ഇപ്പോൾ അയോഗി പറഞ്ഞിട്ടുള്ളത്. അതിനൊരു റീസൺ എന്ന് പറയുന്നത് സ്കിപ്സിന്റെ ബർത്ത്ഡേ 9-ാം തീയതി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ടീമിന്റെ കൂടെ ആ ഒരു ലാനിലേക്ക് പോവാത്തതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെ തോന്നുന്നില്ല. എന്തായാലും ലാനിൽ പോയി കഴിഞ്ഞാൽ സ്കിപ്സ് കളിക്കലുണ്ടാവില്ല. അതുകൊണ്ട് വെറുതെ 5th പ്ലെയർ ആവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി സ്കിപ്സ് അവിടെ പോവാതെ. കാരണം ഒറ്റ ദിവസത്തെ ലാനുള്ളൂ, വെറുതെ ട്രാവൽ ചെയ്ത് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എന്തായാലും അനലിസ്റ്റ് അയോഗിയും ടീമിന്റെ കൂടെ പോകുന്നില്ല, മായാവി മാത്രമാണ് ടീമിന്റെ കൂടെ പോകുന്നത്. നമുക്ക് നോക്കാം സോള് ഇതിൽ ചാമ്പ്യന്മാരാവോ ഇല്ലെന്നുള്ളത്. ഇപ്പോൾ 4th പൊസിഷനിലാണ് സോള് നിൽക്കുന്നത്. നമുക്കറിയാം എപ്പോൾ വേണമെങ്കിലും ടീം കംബാക്ക് നടത്താൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ടീമാണ്. നോക്കാം നമുക്ക് സോളിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ ബ്ലൈൻഡ് ലൈനപ്പിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ റീസെന്റ് ടൂർണമെന്റുകളൊന്നും കാണുന്നില്ല, തേർഡ് പാർട്ടി ഇവന്റുകളാണെങ്കിലും വലിയ രീതിയിൽ നടക്കുന്നില്ല. ആൻഡ് ഇപ്പോൾ ദ ബ്ലൈൻഡ് ഈവിളിന്റെ ഭാഗത്ത് നമുക്കൊരു ഇൻസ്റ്റാ സ്റ്റോറി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലുക്കിംഗ് ഫോർ എ ടീം എന്ന് പറഞ്ഞിട്ടാണ് ഈവിള് ആ ഒരു സ്റ്റോറി ഉള്ള. ഈവിളും ആ ഒരു ലൈനപ്പിൽ നിന്ന് മൊത്തത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ലൈനപ്പിൽ ഇപ്പോൾ മൊത്തത്തിലൊരു ഷഫിള് നടന്നിരിക്കുകയാണ്. എല്ലാവരും ബ്ലൈൻഡിന്റെ ആ ഒരു ഇതിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് പല രീതിയിലേക്ക് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. ഷാഡോ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അഫു മേ ബി കുറച്ച് കാലത്തേക്ക് കളിക്കാൻ ചാൻസ് ഇല്ല. ഈവിള് മാക്ക് അല്ലെങ്കിൽ പുതിയ ടീമിലേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ബ്ലൈൻഡ് ലൈനപ്പിൽ നിന്നും ആ ഒരു പ്ലേയേഴ്സ് എല്ലാവരും കൂടി സ്പ്ലിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഒരു കുറേ കാലമായിട്ട് ഈ ഒരു പ്ലേയേഴ്സിനെ ഒരുമിച്ച് കളിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലി ഇവരിപ്പോൾ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തായാലും ബ്ലൈൻഡിൻ്റെ പേരിലായിരിക്കില്ല ഇവരെല്ലാവരും കളിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ കറൻലി അറിയാനായിട്ട് സാധിക്കുന്നത്. സ്കൈ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ലോവർ ബ്രാക്കറ്റും ഈ ഒരു ടീം കളിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ പറഞ്ഞിടത്തോളം അതും കളിക്കാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. എന്തായാലും ഈ ഒരു പ്ലേയേഴ്സ് വേറെ ഏതെങ്കിലും ഓർഗിലേക്ക് ജോയിൻ ചെയ്ത് കളിക്കുമെന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ എന്തായാലും വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ ഇപ്പോൾ കമന്റ് രേഖപ്പെടുത്താം. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.